5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രോളുന്ന ഒരു വിഷയം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. തുടങ്ങിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 16 മാസത്തോളമാണ് ഇത് തടഞ്ഞു വെച്ചത്. ഞങ്ങൾ കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും വലിയ ബഹളമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, അതുപോലെ തന്നെ വേറൊരു വലിയ കള്ളം കേരളത്തിൽ ഓടുന്നുണ്ട്. 1980-കൾ മുതലാണ് കേരളത്തിൽ സുരക്ഷാ പെൻഷൻ കൊടുത്തത്. അല്ല, ഈ കള്ളങ്ങൾ നമ്മൾ സത്യമായി നിൽക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, അത് പ്രശ്നവും നല്ലതുമാണ്. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കൈവിൽ നിന്ന് വിവരങ്ങൾ കിട്ടും, ഗൂഗിളിൽ നിന്ന് കിട്ടും, ചാറ്റ് GPT നിന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ കിട്ടുന്ന കാലത്താണ് നിന്ന് ഈ തള്ളി മറിക്കുന്നത് ആരായാലും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി? ആർ ശങ്കർ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആയിരുന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്. വളരെ നാമമാത്രമായ തുകയായിരുന്നു. എന്നാൽ പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് ആദ്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആർ ശങ്കറിന്റെ കാലത്താണ്. അദ്ദേഹം ധനകാര്യമന്ത്രിയുമായിരുന്നു, മുഖ്യമന്ത്രിയുമായിരുന്നു. അതിനുശേഷം പിന്നെ കുറെ വർധനവുകൾ വന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഗവൺമെന്റുകളും ഇത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗവൺമെന്റുകളും വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നുകൊണ്ടാണ് ആ ചില കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആവശ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. 300 രൂപയിൽ നിന്ന് 400 രൂപ ആക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ നമുക്ക് മറന്നുകൊണ്ട് പോകാൻ കഴിയില്ല. 400 500 ആക്കുന്നു, 500 600 ആക്കുന്നു. പിന്നെ 75 വയസ്സ് കഴിഞ്ഞവർക്ക് 80% ഡിസബിലിറ്റി, അംഗപരിമിതി ആയിട്ടുള്ളവർക്ക് 400 900 ആക്കുന്നു, 900-ൽ നിന്ന് 1100 ആക്കുന്നു, 1100-ൽ നിന്ന് 1200 ആക്കുന്നു. ഇത്രയും ആക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. എന്നിട്ട് 1500 ആക്കും എന്നൊരു രേഖയിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അസംബ്ലിയിലും അതുപോലെ തന്നെ അല്ലാതെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് 1500 ആക്കും. പക്ഷേ 1500 ആക്കാൻ അദ്ദേഹത്തിന് തുടർ ഭരണം കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ അദ്ദേഹം എന്നും മുന്നിലായിരുന്നു, വളരെ മുന്നിലായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു മനുഷ്യപ്പറ്റുള്ള, മാനുഷിക സ്നേഹമുള്ള, മാനവിക മുഖമുള്ള വലിയൊരു മുഖ്യമന്ത്രി ആയിരുന്നു. മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ല, ഏറ്റവും കൂടുതലുള്ളത് ഉമ്മൻചാണ്ടിക്കാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വിവിധങ്ങളായിട്ടുള്ള രീതികളിലുണ്ട്. ഇനി അത് പോയിട്ട് 13/2/2024 പിന്നെ എച്ച് സലാമിൻ എം എൽ എ ആലപ്പുഴയിൽ എച്ച് സലാം MLA KN ബാലഗോപാലിന്റെ ഒരു കത്ത്, ഒരു മറുപടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 8/6/2021 വിഷ്ണുനാഥിന് കൊടുക്കുന്ന ഒരു മറുപടിയുമുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അസംബ്ലിയിൽ കൊടുക്കുന്ന മറുപടിയുമുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ കാലാകാലങ്ങളിൽ വന്നുള്ള ഗവൺമെന്റുകളെല്ലാം തന്നെ പെൻഷൻ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 3 മാസം പെൻഷൻ പദ്ധതി മുടങ്ങിയിട്ടുണ്ട്. അത് 16 മാസം എന്ന് പറയുന്നത് കള്ളമാണ്. അങ്ങനെ 16 മാസം മുടങ്ങിയതായി ഒരു രേഖകളിലും പറയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ അങ്ങനെ അരിച്ചു പറക്കി നമുക്ക് ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന രേഖകൾ വെച്ചിട്ട് 16 മാസം മുടങ്ങിയതായി ഒരു രേഖയിലും പറയുന്നില്ല. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 2011 ഉണ്ടായിരുന്ന 16,23,040 പേർക്കുണ്ടായിരുന്ന പെൻഷൻ 2011-2016 ആകുമ്പോൾ അത് 34,43,414 പേർക്ക്, അതായത് ഇരട്ടിയിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് മാറി. ക്ഷേമനിധി പെൻഷൻ 8 ലക്ഷം പേർക്ക് കൊടുത്തു. അപ്പോൾ ഒരു 42 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറി. പിന്നെ അതുപോലെ തന്നെ 18 മാസം കുടിശ്ശിക എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു, കള്ളമാണെന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ കേരള സർക്കാരിന്റെ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിലും അതുപോലെ തന്നെ 24/6/2017 തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള സ്വരാജിന്, ഇപ്പോഴത്തെ നിലമ്പൂർ മത്സരിക്കുന്ന M സ്വരാജിന് കൊടുത്ത മറുപടിയിലും ഡോക്ടർ തോമസ് ഐസക് പറയുന്നത് 1389 കോടിയുടെ കടമാണുള്ളത് എന്നുള്ളതാണ്, അല്ല ഈ കുടിശ്ശികയാണുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് പിന്നെ എന്താണ് ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയൊക്കെ പ്രശ്നം വരുന്നതും നിയമസഭ അടിച്ചു പൊളിക്കുന്നതും വേണ്ട ബഹളം നടക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും ഒരു അടിയന്തര പ്രമേയം വരികയോ ഇതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച നടക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വളരെ രസകരമായ ചില കൗതുകങ്ങളാണ്. അതുപോലെ തന്നെ പെൻഷനുകൾ, പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത ഒരു ദ്രോഹമുണ്ട്. അത് പെൻഷനുകൾ, പലതരം പെൻഷനുകൾ ചിലർക്ക് കിട്ടുമായിരുന്നു. ചിലർക്ക് കർഷക തൊഴിലാളി പെൻഷൻ കിട്ടും, വിധവ പെൻഷൻ കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കർഷക തൊഴിലാളിയാണ്, വിധവയുമാണെങ്കിൽ 2 പെൻഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ 2 പെൻഷൻ കിട്ടുന്നവരെ എല്ലാ പെൻഷനുകളും കൂടി ഏകീകരിച്ച് ഒറ്റ പെൻഷനാക്കിയുള്ള ചില തന്ത്രങ്ങൾ ഇത് സ്വീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ കൂനിന്മേൽക്കൊരു അല്ലെങ്കിൽ ഇരുട്ടത്ത് വീണ്ടും അടി എന്ന് പറഞ്ഞതുപോലെയുള്ള രീതിയിൽ പണ്ടേ പെട്രോളിനും ഡീസലിനും ഒക്കെ ഇവിടെ വില കൂടുതലാണ്. കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടി അത് തന്നെ വലിയ ഇരുട്ടടിയാണ് ആളുകളുടെ പുറത്ത്. അതിനിടയിലാണ് 2% തുക സെസ് ഏർപ്പെടുത്തിയത്, പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് സെസ് ഏർപ്പെടുത്തിയത് ഇടതുപക്ഷ മുന്നണിയാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് കലാകാലങ്ങളിൽ ഓരോ ഗവൺമെന്റുകൾ വരുമ്പോൾ കൂട്ടിയതും എണ്ണം കൂട്ടിയതും തുക കൂട്ടിയതും ഒക്കെ ഇവിടെ ഉണ്ട്.
അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ചെയ്തതെന്ന് പറയുകയും 16 മാസത്തോളം കുടിശ്ശികയായി കിടന്നുവെന്ന് പറയുകയും ഞങ്ങളാണ് പെൻഷന്റെ കുത്തക എടുത്തിട്ടുള്ളതെന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അതേസമയം എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ആർ ശങ്കറിന്റെ കാലത്ത് തുടങ്ങിയത് കാലാകാലങ്ങളെ എല്ലാവരും കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പലവട്ടം ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. അത് പിണറായി വിജയനും ഇതിനകത്ത് പങ്കുണ്ട്. 5 മാസക്കാലം കുടിശ്ശിക വന്നപ്പോഴാണ് നമ്മുടെ മറിയം ചേച്ചി ഉൾപ്പെടെ ആളുകൾ ഇടുക്കിയിൽ ഇറങ്ങി, അടിമാലിയിലൊക്കെ ഇറങ്ങി വലിയ സമരമൊക്കെ ഉണ്ടാക്കിയത്. അതും നമ്മൾ കണ്ടതാണ്. പിച്ചച്ചട്ടിയായിട്ടൊക്കെ പോയത് കണ്ടതാണ്. എന്തായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കുടിശ്ശിക വരുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. അത് 3 മാസമായാലും 5 മാസമായാലും 16 മാസമായാലും ഇതിന്റെ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ എല്ലാം ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ മാസവും കൃത്യമായി ആളുകൾക്ക് കൊടുക്കുവാനും മാന്യമായ തുക കൊടുക്കുവാനുമാണ് നാം തീരുമാനിക്കേണ്ടത്. കേവല അവകാശവാദങ്ങൾക്കപ്പുറം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളുടെ അവകാശമാണിത്, ഭരണകൂടങ്ങളുടെ അവകാശമല്ല, ജനങ്ങളുടെ അവകാശമാണെന്ന് കൂടി മനസ്സിലാക്കുന്ന ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥ ഇനി എന്നാണ് നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്?